ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ആയിഷ നൂറു. ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പൊന്നുമല്ല, ചെറിയൊരു ഒരു സ്ഥലത്തേക്ക് പോവാണ്. എവിടത്തേക്കെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ തരുവണിയായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ അടുത്ത് ഒരു ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നല്ല കാണാൻ ഭയങ്കര സൂപ്പറായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടത്തേക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ നടന്ന് ഏതൊക്കെയോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് അവിടത്തേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താക്കി കണ്ട എന്തെങ്കിലും വീഡിയോയിൽ പകർത്തട്ടെ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തു. ഇത് കണ്ടോ, വീട് ഫുൾ അപ്പുറവും ഇപ്പുറവും കാടാണ്. ഇടയിൽ ചെറുങ്ങനെ വണ്ടി കൊണ്ടുപോകാനും പറ്റില്ല, സ്കൂട്ടി അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. ചെറിയ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകണം. പിന്നെ ഇവിടെ പാമ്പൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഫ്രണ്ടിൽ നടക്കുന്നത് പിന്നെ ഷെബു എന്ന് പറയും. ഓൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഓൻ്റെ ഫ്രണ്ട് ഈ സ്ഥലത്തെ ഒരു ആനപ്പാറയിലേക്ക് ഈ ഒരു വഴി കൂടെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേര സമയം, എന്നിട്ട് അവിടെ നിന്ന് ചെകുത്താൻ കൂടി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പേടിയിൽ ഞങ്ങൾ ഈ സ്ഥലത്തൊക്കെ ചെല്ലിയിട്ട് പിന്നെ പേടിച്ചോണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് ഒരു നല്ല വലിയ വാഴത്തോട്ടത്തിൻ്റെ അടുത്തെത്തി. പക്ഷെ ഇവിടെ വലിയൊരു ഇതുണ്ട് കേട്ടോ, എന്താ പാറയുണ്ട്. പാറേൻ്റെ അപ്പുറത്ത് ചെറിയ തോടൊക്കെ ആയിട്ട് അത് കടന്നിട്ട് വേണം അപ്പുറത്ത് പോകാൻ. അപ്പുറത്ത് പോയിട്ടോ അവിടെ ചെറിയൊരു പാലമുണ്ട്. ഇവക്കാണെങ്കിൽ ആ പാലം കടക്കാൻ ഭയങ്കര പേടി. പിന്നെ എനിക്ക് സിമ്പിളായിരുന്നു, ഞാൻ വേഗം അപ്പുറത്ത് കടന്നു. പക്ഷെ പിന്നെ അവിടുന്ന് ആ പാലവും കടന്ന് ഇങ്ങനെ കുറേ വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി പോകണം. വലിയ ടാസ്ക് ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാഴത്തോട്ടത്തിൽ കടന്ന് അപ്പുറത്തെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ പാലം, ആ പാലവും കിടക്കണം. അത് എനിക്ക് സിമ്പിളായിരുന്നു. ഇത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ വെള്ളത്തിലൊന്നും വീഴാണ്ട് വേഗം അപ്പുറത്ത് കടന്നു. പിന്നെ ചെറിയൊരു നല്ല റോഡൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഈ റോഡ് കഴിഞ്ഞ പാടാണ് നമ്മളെ സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ പ്രതീക്ഷിച്ചിരുന്നു. ആനപ്പാറ എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമാണെന്നുള്ള. നിങ്ങൾ ഇവിടുന്ന് കാണുന്നില്ല, ആ വാഴത്തോട്ടത്തിൻ്റെ ഇടയിലായിട്ടൊരു പാറ നിൽക്കുന്നത്, അതാണ് ആനപ്പാറ. പിന്നെ ഞങ്ങൾ അവിടെ വന്നതിൻ്റെ തെളിവായിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കണ്ടേ, അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ എടുത്തു. പിന്നെ എക്സാം എഴുതിയ വാഴത്തോട്ടത്തിലൂടെയാണ് എവിടത്തേക്ക് നമ്മുടെ ആനപ്പാറയിലേക്ക് പോകുന്നത്. ഹലോ ഗൈസ്, നിങ്ങൾ കാണുന്നത് ഞങ്ങളെയാണ്. നൂറ മറ്റേതിൽ എഴുതുന്നുണ്ട് നമ്മൾ വാഴത്തോപ്പിലാന്ന് വിചാരിച്ച് വാഴകൾ എന്ന് കമന്റ് ഇടാം എന്ന് വിചാരിക്കണ്ട. അതെ, ഞങ്ങൾ വാഴകളല്ല. പക്ഷെ ഇവളൊരു വാഴ. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ആനപ്പാറ. പണ്ടുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആനപ്പാപ്പനും ആനയും കൂടി വിശ്രമിക്കുന്ന സമയത്ത് അതൊരു പാറയായി മാറിയെന്നാണ്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതിൻ്റെ അടയാളങ്ങളൊക്കെ അതിൽ ഉണ്ട് എന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ കണ്ടിട്ടും ഇല്ല. ഇത് കാണാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു പാറ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പാറയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. രാത്രിയായി തിരിച്ചു പോകുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. പോകുമ്പോഴും വരുമ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി വന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.